ഊമ്പി 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 ഊമ്പിപ്പോയി. നമ്മുടെ ആൾക്കാർ ഇപ്പൊ എടുത്തു വെച്ചില്ല. സമ്മൺ കോൾഡ് ദ ഹാഷ് വൺ സെർവർ ഊമ്പി. പിന്നെന്താ, ഇതൊക്കെ നമ്മുടെ ഇതിന്റെ താഴോട്ടാണ് കേട്ടോ. TV കളിക്കുന്ന സെർവർ ഇപ്പോഴും ടോപ്പ് സെർവറാണ്. ഇതിൽ ഒരു അഡ്മിന്റെ റോള് ഉണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് സ്ക്രിൽ എന്ന് പറയുന്ന ആൾ അഡ്മിനാ. പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവർ ലൈവ് ഇതൊക്കെ ഇതുണ്ട് എന്നൊക്കെ നിനക്കൊക്കെ എന്തെങ്കിലും അറിയാവോ? ഒരു സെർവറിന് ഒരാൾ വിചാരിച്ച ഒറ്റയ്ക്ക് ഒരു സെർവർ ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. 10-30 മെമ്പേഴ്സിന് മുകളിലുണ്ട് ഒരു സെർവറിന്റെ ബിഹൈൻഡിൽ ഉള്ള ആൾക്കാർ. FRP ടീം, വെഹിക്കിൾ ഡെവലപ്മെന്റ് ടീം, എന്താ പറയുന്ന ലൈവ് സിറ്റുവേഷൻസ് സ്പെക്ക് ചെയ്യുന്ന അഡ്മിൻസ്, പിന്നെ ഈ പറയണ എന്താ ഇത് ഇങ്ങനെ പ്രീമിയംസ്, ഇതെല്ലാം നോക്കാൻ ഒരു 10-30 പേരുണ്ടാവും. അതിൽ ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട് നിന്റെയൊക്കെ വായി നീ ഇത് പറയുമായിരിക്കും. നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ വായി നീ ഹേറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, അടുത്ത ദിവസം നീ ഒന്നും ഇവിടെ കളിക്കൂല. അടുത്ത ദിവസം നമ്മുടെ അടുത്തോട്ട് എടുക്കണ്ട. നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യവും ഇല്ല. മനസ്സിലായോ? താല്പര്യം ഇല്ല. ഇത് പറഞ്ഞാൽ സെർവർ ഡീഗ്രഡേഷന് പെർമനന്റ് ബാനാ. അത് മാറ്റാൻ അവിടെ ആരും വരാനും പോണില്ല, ആരും അല്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള ബ്രെയിൻ ചിലപ്പോൾ നിന്റെ ഒന്നും ആൾക്കാർ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിനക്കൊക്കെ വന്ന് ഇതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം. ഇതാണ് ഇതിന്റെ POV. ഇതിൽ TVയുടെ മെമ്പേഴ്സിന്റെ ഹാക്കോ എന്റെയോ ഇതാണ് ശരിക്കും. പിന്നെ നിങ്ങളിപ്പോ വേറൊരു കമ്പാരിസൺ എൻ്റെ അടുത്ത് പറയുമായിരിക്കും. വേറൊരു കമ്പാരിസൺ നിങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് പോകുന്ന കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മെച്യൂരിറ്റിയെ പറ്റിയായിരിക്കും. മെച്യൂർഡ് ആയിട്ട് എങ്ങനെയാണ് ലൈവ് ഇടേണ്ടത്, മെച്യൂർഡ് ആയിട്ട് എങ്ങനെയുള്ള കാര്യം. അതുകൊണ്ട് ഞാനിത് ഓഫ്ലൈനിൽ പറഞ്ഞ് സോൾവ് ചെയ്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് വിഴുങ്ങുക. രണ്ട് കാര്യങ്ങൾ 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അതിൽ 2 കാര്യം ഞാൻ വിഴുങ്ങുവാണ്. ഞാൻ അത് അവരുടെ അടുത്ത് പറയത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തു. ഞാനത് എനിക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ ലൈവ് ഞാൻ ഈ 3 കാര്യം വിഴുങ്ങായിരുന്നേ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ലൈവ് വന്നിട്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഗൈസ് ആ ഇഷ്യൂ ഞങ്ങൾ പുറത്ത് പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞ് ഇതാക്കി. പക്ഷേ മെമ്പേഴ്സ് ആയിട്ടുള്ള കുറെ പേർക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം വിട്ട് കളയരുത് എന്ന് പറഞ്ഞ് ഇതിപ്പോൾ കാണിക്കണം, അല്ലെങ്കിൽ നാളെ ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ വരും എന്നുള്ളത് കൊണ്ട് മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടാണ് ഇനിയുള്ള സാധനം ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ കാണിച്ചിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ ഡിസ്കഷൻ നമ്മൾ നിർത്തുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വേണ്ട ഒരു ചാൻസ് ഇതാക്കാം എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഇന്നലത്തെ ലൈവ് കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ലൈവ് പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, എനിക്ക് MRCയുടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ MRC ഓഡിയൻസിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്ന് പറഞ്ഞ് MRCയുടെ ഒരു റെപ്യൂട്ടഡ് മെമ്പർ മെസ്സേജ്, അതായത് MRCയിലെ സൈഡിൽ നിന്ന് ഒരു പ്ലെയർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ, TVയുടെ എന്തെങ്കിലും OC അപരാധമോ എന്തെങ്കിലും പെണ്ണ് കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അതാ പറയണേ, ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനത് ചിന്തിക്കത്തുമില്ല, ഞാനിങ്ങനെ ചെയ്യത്തുമില്ല. ഇതാ ഈ ചാറ്റ് ഉണ്ടോ? എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയില്ല. ഇവനെ ആദ്യം കോൾ വിളിച്ചായിരുന്നു. എന്നിട്ട് ഇവൻ പറഞ്ഞ് ഇവൻ ഇത് ചാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയാലേ ഇപ്പം ഉള്ളതെന്ന് അറിയില്ല, ഒന്നുകൂടി നോക്ക്, നിന്റെ കയ്യിലുള്ളത് നിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ലൈക്ക് നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് വേണം, നമ്മൾ രണ്ടും അല്ലാതെ വേറൊരാൾ അറിയരുത്, അത്രേ ഉള്ളൂ. നമ്മുടെ സൈഡ് ക്ലിയർ ആണ്. അതാ ഞാൻ ചോദിച്ചത്, നീ എന്താ ഓഫർ ചെയ്തേ? ലൈക്ക് ക്യാഷ് ആയിട്ടാണോ? ക്യാഷ് ആയിട്ടെങ്കിൽ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഗൈസ്, ഇവന്മാരുടെ മനസ്സിലെ റിവലറി ഒരിക്കലും പോത്തില്ല. ഇവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടിനും OC കാര്യങ്ങളും പേഴ്സണൽ ഇഷ്യൂസും എടുത്തിട്ട് അവരാധിക്കണം. ഇത് HF ഇതിന്റെ ബ്ലഡാ, അത് ബ്ലഡാ അവരുടെ, ഇത് അവരുടെ ബ്ലഡാണ്. മനസ്സിലായോ? ഇത് അവരുടെ ബ്ലഡിലുള്ള സാധനമാണ്. ഇത് പോത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം തൊട്ടേ MRC ഓഡിയൻസിന് ഇപ്പോഴെങ്കിലും ജസ്റ്റ് ഒരു ബ്രെയിൻ യൂസ് ചെയ്യണം ഗൈസ്, ജസ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവല്ലേ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാലടാ നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്തത്. ഞാൻ അന്ന് തൊട്ടേ എനിക്ക് വേണേ ആദ്യമേ പറയാറുന്നല്ലോടാ, എനിക്ക് MRCയുടെ ഒരു പ്രശ്നമില്ല, മറ്റേ ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന്. നാളെ ഇത് ഇങ്ങനെ കാണാൻ വയ്യാത്തോണ്ടാണടാ ഇതേപോലത്തെ ആൾ ചിന്തിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്ന് ഞാൻ പറയണില്ല. ഒരാൾ പറയണത് കേട്ടിട്ട് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സൈഡ് ചിന്തിച്ചിട്ട് മറ്റുള്ളവന്റെ ഇൻബോക്സിൽ പോയിട്ട് തള്ളക്കും നന്ദിക്കും വിളിക്കും. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ കുറച്ച് പേര് അതിനകത്തുണ്ട്. ഞാൻ ഈ വേണ്ടാന്ന് വെച്ച 2 കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ ഞാനത് കളയുക.
കാരണം എനിക്ക് ഞാനിന്ന് വിളിച്ച് സംസാരിച്ച ആൾക്കാരിലും എല്ലാം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവിടെ ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡൗൺ ടൈമിൽ അവരെ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് ഞങ്ങൾക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഇപ്പൊ MRC കളിക്കുന്ന ഫാൽക്കന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ ഒരു കാര്യം പറയാവേ. ദാ ഇത് നിന്റെയൊക്കെ വാടക്കാൻ വേണ്ടിട്ട് ആക്ക് ഷെയ്ക്ക് ഇതാ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ 13 സെക്കൻഡ് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്നും അതെന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ വന്നോണ്ടല്ലോ വെച്ചങ്ങ് പ്ലേ 1 മണിക്കൂർ ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ട് ഞാൻ താഴെ പോയി CSKയുടെ കളി കണ്ടിരിക്കും. ഞാൻ ഇത് മാത്രമേ കാണിച്ചുള്ളൂ. അത് ആ 1 മണിക്കൂർ കാണിച്ച ആ 1 മണിക്കൂർ കാണിച്ച ആരൊക്കെ ഇതിനകത്ത് എക്സ്പോസ് ആവുന്നേ നിനക്കൊന്നും എന്റെ അടുത്ത് പറയല. അതുകൊണ്ട് ഇവിടെ വിടുക ഞാനിത് ഇവിടെ വിടുക. ഇനി ചൊറിയരുത് തന്നെ. ഇനി എനിക്ക് ചെയ്തു തുടങ്ങണം. അതുകൊണ്ട് ഇനി എന്നെ ട്രിഗർ ചെയ്യരുത്. ഇനി എന്റെ കാര്യം അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്താ ഞാൻ ഈ മറ്റേ കീബോർഡ് വാരിയർ പുണ്ടച്ചികളെ നോക്കുന്നില്ല. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ സ്ട്രീമേഴ്സിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നുമാണ്. ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് ഇനി എന്നെ ഇരുന്ന് അവരാധിച്ചാൽ ഈ പറയണ സാധനങ്ങൾ ഇത് ഒന്നൊന്നൊന്നായിട്ട് ഞാൻ പ്ലേ ചെയ്യും. ഇതൊരു 1 മണിക്കൂറിന്റെ ഉണ്ട്. ഇത് കൂടാതെ ഒരു 2 POV എൻ്റെ ഉണ്ട്. ആ 2 POV എന്നെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ നിർത്തിക്കോ. എനിക്ക് ഒരു റിവഞ്ചും ഇല്ല, ഒരു റിവലറി ഇല്ല. നിങ്ങൾ നല്ലൊരു ഗ്യാങ് ആയിട്ട് സെറ്റായി TV ആയിട്ടൊക്കെ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് വരണ, സിറ്റിയിൽ ഡോമിനേറ്റ് ചെയ്യണ ഒരു നല്ല ഗ്യാങ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു MRCയെ. എനിക്ക് MRCയെ എൻ്റെ ബോട്ടം ഓഫ് ദ ഹേർട്ടിൽ നിന്ന് ഒരു രീതിയിലും ഇനി ഉപദ്രവിക്കേണ്ട.